ഡിഗ്രി ഓഫ് ഫ്രീഡവും റിയാക്ഷനും തമ്മിൽ ഒരു ക്ലോസ് റിലേഷനുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ബീം പഠിക്കുമ്പോൾ ബീമിൽ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കണമെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റും ഏതൊക്കെ വഴികളിൽ അതിനും മൊബിലിറ്റി ഉണ്ട്, മൂവ് ചെയ്യാൻ പറ്റും, ആ നമ്പർ ഓഫ് മൂവ്മെൻറ്റ്സ് അല്ലെ എത്രമാത്രം മൊബിലിറ്റി അവൈലബിൾ ആണ് അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റ് എടുക്കാം. ഇയാൾക്ക് ഇതാ എക്സ് ആക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, വൈ ഡയറക്ഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇസഡ് ഡയറക്ഷൻ 3 ഡയമെൻഷനിൽ നോക്കുവാണെങ്കിൽ ഈ ഔട്ട് ഓഫ് ദ പ്ലെയിൻ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് മറ്റൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി വരികയാണ്. അതായത് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, അതേപോലെ ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഈ ഒബ്ജക്റ്റിന് എബൌട്ട് ദ എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എക്സ് ആക്സിസ് കീപ്പ് ചെയ്തുകൊണ്ട് അതിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, വൈ ആക്സിന് എബൌട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ഇസഡ് ആക്സിന് എബൌട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ പറയുന്നത് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതായത് 3 ട്രാൻസ്ലേഷൻ മോഷൻസ് ആൻഡ് 3 റൊട്ടേഷൻ മോഷൻസ്. ഇനി ചില ടെക്സ്റ്റ് ബുക്കിൽ 12 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് ഇതിനെ തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് എക്സ് ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ -x മൂവ് ചെയ്യാൻ പറ്റും, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പോലെ -y, ഇസഡ് ഡയറക്ഷനിലേക്ക് പോകും -z. ഇതേപോലെ എക്സ് ഡയറക്ഷന് എബൌട്ടായിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും 2 പോസിബിലിറ്റി ഓഫ് റൊട്ടേഷൻ വരികയാണ്. അങ്ങനെ എല്ലാം ഇതേപോലെ വൈ ഡയറക്ഷനും വൈ ആക്സിന് എബൌട്ടുള്ള ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും, അതേപോലെ ഇസഡ് ആക്സിന് എബൌട്ടുള്ള ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എല്ലാം എടുക്കുമ്പോൾ 12 ഡിഗ്രി ഓഫ് ഫ്രീഡം വരാം. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ടെക്സ്റ്റുകളും ഉണ്ട്. നമ്മൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാവും എളുപ്പത്തിന് വേണ്ടി 6 ഡിഗ്രി ഓഫ് ഫ്രീഡം, 3 ട്രാൻസ്ലേഷനും 3 റൊട്ടേഷനും. ഓക്കെ, ശരി. ഇതൊരു 3 ഡയമെൻഷണൽ കേസാണ്. നമുക്ക് കൂടുതൽ പ്രോബ്ലം 2 ഡയമെൻഷനിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു പ്ലെയിനുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 2 ആക്സിസ് നമ്മൾ എടുക്കുക. ഒന്ന് ഹൊറിസോണ്ടലായിട്ട് എക്സ് ആക്സും മറ്റൊന്ന് വെർട്ടിക്കൽ വൈ ആക്സുമാണ് എടുക്കാറുള്ളത്. ക്ലിയർ? ഇനി നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഒരു പ്ലെയിനിൽ തന്നെ ആയതുകൊണ്ട് ഒരു റൊട്ടേഷൻ മോഷനെ പോസിബിൾ ഉള്ളൂ. അതായത് ഞാനിവിടെ ഒരു ബാർ എടുക്കുകയാണെങ്കിൽ ആ ബാർ ആ പ്ലെയിനിൽ തന്നെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ എബൌട്ട് ദ ഇസഡ് ആക്സിയെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് പറയാം ഫോർ ടു ഡയമെൻഷൻ 2 ട്രാൻസ്ലേറ്ററി മോഷനും ട്രാൻസ്ലേഷൻ മോഷനും and 1 rotation about an axis perpendicular to plane. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് 2 ഡയമെൻഷനിലാണ് കൺസ്ട്രെയിൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 2 ട്രാൻസ്ലേറ്റീവ് മോഷൻ പോസിബിൾ ഉള്ളൂ, എക്സ് ആക്സ് വൈ ആക്സ് ഡയറക്ഷനുള്ള ട്രാൻസ്ലേറ്റീവ് മോഷൻ. ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സും വൈക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമൺ ഒരു ആക്സ് എടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഇസ് ഇസഡ് ആക്സ്, അതിന് എബൌട്ടായിട്ട് റൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ പ്ലെയിനിൽ തന്നെ ഒബ്ജക്റ്റ് ഇരിക്കും. നമ്മുടെ കണ്ടീഷൻ എന്താ? 2 ഡയമെൻഷൻ മോഷൻ അഥവാ പ്ലാനർ മോഷനാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റേത് ആക്സിന് എബൌട്ട് റൊട്ടേറ്റ് ചെയ്തതിനും പ്ലെയിനിൽ നിന്നുള്ള കോൺടാക്ട് പോലെ പ്ലെയിനിൽ നിന്ന് മാറിയ സഞ്ചരിക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ? റൊട്ടേഷൻ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ആക്സിസ് പെർപെൻഡിക്കുലർ പ്ലെയിനായിട്ടുള്ള റൊട്ടേഷൻ മോഷൻ നോക്കത്തുള്ളൂ. കേട്ടോ? ശരി. അപ്പോൾ ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം ഏതെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ റിയാക്ഷൻ വിൽ കം. 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ പ്ലാനർ മോഷനിലുണ്ട്, അല്ലെങ്കിൽ 2 ഡയമെൻഷൻ കേസിലുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ദെയർ വിൽ നോട്ട് ബി എനി ഒപ്പോസിഷൻ ഫ്രം ദ ഒബ്ജക്റ്റ്, റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഈ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങാനും നമ്മൾ അറസ്റ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ദെൻ ദ റിയാക്ഷൻ വിൽ സ്റ്റാർട്ട് ആക്ടിങ്. റിയാക്ഷൻ ഉണ്ടാവും, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്ലേറ്ററി മോഷൻ അനുവദിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? അവിടെ റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ റോളർ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഓക്കെ, റോളർ സപ്പോർട്ട് മീൻസ് ഈ ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള യാതൊരു ഓപ്പോസിഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഈസ് ഫ്രീ ടു മൂവ് ചെയ്യണം നമുക്ക് എക്സ് ഡയറക്ഷൻ. അതേസമയത്ത് വൈ ഡയറക്ഷനിലെ മോഷൻ നോക്കുകയാണെങ്കിലോ താഴേക്ക് ഇത് ഗ്രൗണ്ടിലായിരിക്കും സപ്പോർട്ട് ചെയ്തേക്കാം അല്ലേ? അപ്പോൾ ഗ്രൗണ്ടിലേക്ക് സപ്പോർട്ട് ചെയ്യും. ഗ്രൗണ്ടിൽ താഴേക്ക് ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗ്രൗണ്ടിൽ നിന്ന് റിയാക്ഷൻ കിട്ടും. കാര്യം അയാൾക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, -y ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ റിയാക്ഷൻ ഉണ്ടാവും. ക്ലിയർ? അതേസമയത്ത് എക്സ് ഡയറക്ഷനിൽ യാതൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം അറസ്റ്റും ഇല്ല, അതുകൊണ്ട് റിയാക്ഷൻ ഒരിക്കലും ഹൊറിസോണ്ടൽ ഡെവലപ്പ് ചെയ്യത്തില്ല.
അപ്പോൾ റോളർ സപ്പോർട്ട് സ്പെഷ്യൽ കേസാണ്. റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ടു സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ വരുള്ളൂ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ റിയാക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഈസ് ഫ്രീ ടു മൂവ് ദെയർ. അയാൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതൊരു എക്സാമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. ഇനി അതേ സമയത്ത് ഞാനൊരു ഫിക്സഡ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിലുള്ള സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ ഞാനൊരു ബീം എടുത്തിട്ട് എന്നെ ഇവിടെ പൂർണ്ണമായി ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇയാൾക്ക് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ്സ് നോ. വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റില്ല. ഇനി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആർസ്റ്റ് ചെയ്യുന്ന 3 റിയാക്ഷൻസ് ഉണ്ടാവും. ഒന്ന് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആയിട്ടുണ്ടാവും, മറ്റൊന്ന് വെർട്ടിക്കൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ഇനി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സർഫസ് കൊടുക്കുന്ന ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ വരും. ദാറ്റ് ഈസ് മൊമെൻറ്റ് റിയാക്ഷൻ, MR എന്ന് വിളിക്കാം. അപ്പോൾ ഈ കേസിൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് 3 റിയാക്ഷനും ഉണ്ടാവും. ഓക്കെ, അത് നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി ഓരോ പ്രോബ്ലം വരുമ്പോൾ ഞാൻ വീണ്ടും